ആ ബാഗ് അവിടെ വെച്ചോളൂ. സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തോ. ആ ആ ഈ സക്കീർ ഹുസൈൻ സാറ് വലിയ മനുഷ്യനാ, ഒന്ന് ബഹുമാനിച്ചോട്ടോ. ആ ഗുഡ് മോർണിംഗ് സാർ. ജോൺസനോ? ആ വാ 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 ഇരിക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. ഓ ആ കുട്ടി നേരത്തെ സ്വർണ്ണക്കടയിൽ നിന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണോ? അപ്പോ മുൻപരിചയം ഇല്ല. സാധാരണ ഈ സ്വർണ്ണക്കടയിലെ സെയിൽസിന് ആമ്പിള്ളേരാ. ഇത് സ്വർണ്ണമല്ലയോ, അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണ്ടായോ. അല്ല കൊച്ചത് വഴിയേ അറിഞ്ഞോളൂ അല്ലേ ജോൺസ്? പണിക്കൂലിയും സ്വർണ്ണ വിലയിലും കുറെ കളികൾ അറിയണം. പക്ഷേ ഇവിടെ കൂടുതൽ സെയിൽസ് ഗേൾസാ. കണക്കൊക്കെ ഞാൻ ശരിക്ക് പഠിപ്പിച്ചു തരാം കേട്ടോ. അതെ ദമയന്തിയോട് ഇങ്ങോട്ട് വരാൻ പറയൂ. സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാം ഇങ്ങ് എടുത്തോളൂ. അതെ ഇതൊക്കെ ഒരു ഉറപ്പിനാ. ഈ പെണ്ണും സ്വർണ്ണം ഒന്നിച്ചാ കുഴപ്പമാ. ഈ കരിമരുന്നും തീപ്പെട്ടിയും പോലെ അല്ലയോ? ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി. അതെ പുതിയ കുട്ടിയാ, മുൻപരിചയമൊന്നുമില്ല. കൊണ്ടുപോയി എല്ലാം ഒന്ന് ശരിക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോഴേ ജോൺസ് പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞു കൊടുക്കും കേട്ടോ. ഒരു പ്രശ്നമില്ലെന്നേ ഞാനല്ലേ പറയണത്. ജോൺസിന് പ്രശ്നമില്ലെങ്കിൽ എനിക്കും പ്രശ്നമില്ല. എന്നാ ഞാനങ്ങോട്ട് അവിടെ വെച്ചോളൂ. ഏതുവരെ പഠിച്ചു? ഗ്രാജുവേഷൻ. അപ്പൊ ഇംഗ്ലീഷ് അറിയോ? എന്താടി അവിടെ? വാട്ട് ഈസ് ദ മാറ്റർ? മേഡം ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ. കുടി. കുടിക്കാൻ. ഇനി ഒരു തുള്ളി വെള്ളം തരാത്ത സൂപ്പർവൈസറാന്ന് പരാതി പറയണ്ട. പോ പോ പോ. ആ ഇനി ചേഞ്ച് യുവർ കോസ്റ്റ്യൂം. വർഷ ഗീവ് യൂണിഫോം കിറ്റ്. അതെ ഡ്രസ്സൊക്കെ മാറ്റി മുടിയൊക്കെ ഒതുക്കി കെട്ടി ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് സെയിൽസിലേക്ക് വാ. ഓക്കെ? Come. How are you? എത്ര വയസ്സായിന്ന്? 23. ഓ ഈ യൂണിഫോമിലെ പ്രായം കൂടുതൽ തോന്നും. എനിക്ക് 25 ഉള്ളൂ. ചുരിദാർ ഇട്ടാൽ ഒരു 23. പക്ഷേ ഈ യൂണിഫോമിൽ ഒരു 35 പറയും. ചിരി വേണ്ട. ഇവിടെ ചില ഡിസിപ്ലിൻസ് ഒക്കെ ഉണ്ട്. കസ്റ്റമേഴ്സിനോടും എന്നോടും വളരെ ഡീസന്റ് ആയി പെരുമാറണം. അതാണ് സെയിൽസ് ഗേളിന്റെ യോഗ്യത. വരുന്ന കസ്റ്റമേഴ്സ് പല തരക്കാരായിരിക്കും. പക്ഷേ നമ്മുടെ ഉദ്ദേശം വിൽപ്പന മാത്രമാണ്. മനസ്സിലാകുന്നുണ്ടോ? അവര് ചിലപ്പോ നമ്മുടെ അവിടെ ഇവിടെയൊക്കെ നോക്കി സംസാരിച്ചെന്ന് വരും. അതൊന്നും മൈൻഡ് ചെയ്യരുത്. ഒരു കസ്റ്റമർ വരുമ്പോ അവരെ നാം വെൽക്കം ചെയ്യണം. സി ഗുഡ് മോർണിംഗ് മാഡം, ഗുഡ് ആഫ്റ്റർനൂൺ സർ, ഗുഡ് ഈവനിംഗ് സർ. Excuse me darling. This is not an evening, Damayanti. It's a wonderful and blissful morning. Good morning, sir. Good morning, dear. How are you? Fine, fine. Sir, പുതിയ ഡിസൈൻസ് ഒക്കെ അവിടെ ഉണ്ട്. Okay, ഒരു വിശിഷ്ട സമ്മാനത്തിനാണ്. I'll take it. ഫ്രഷ് ആയല്ലോ. അതെ ഡോക്ടർ ഡാനിയൽ ഡിസൂസ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാ. ഇവിടെ വരുന്ന പുതിയ ഡിസൈൻസ് എല്ലാം മൂപ്പര് വാങ്ങും. നോക്ക്, ഇവിടെ വരുന്ന 3 പുതിയ ഡിസൈൻസാ മൂപ്പര് കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോയത്. ഇയാളിതൊരു കൊയ്ത്ത് കൊയ്യും.
കം. ഇവിടെ കമ്മല്ല, അവിടെ കം. വാട്ട് ഈസ് ദിസ്? മാഡം വന്ന് കേറുന്നതിന് മുമ്പ് തന്നെ സ്വർണം കഴുത്തില്. ഒരു മാല കണ്ട കണ്ടു മഞ്ഞളിക്കുന്നവർക്ക് പറ്റി പണിയൊന്നല്ല ഇത്. ഇങ്ങനെയാണെങ്കിൽ ഇതും തൂക്കി പോകുമല്ലോ നീ. ഇത് നിനക്ക് പറ്റിയ പണിയല്ല. ഇപ്പൊ തന്നെ ഞാനിത് മാനേജറെ അറിയിക്കും. ഇന്നത്തോടെ നിന്റെ പണി ഞാൻ മതിയാക്കും. പടി വാ. ഹ, വരാനല്ലേ പറഞ്ഞത്? സ്വർണം കണ്ട സോണിയാഗാന്ധി ആയാലും നോക്കിപ്പോവും. അത് പെണ്ണിന്റെ ശീല. ഒരു നെക്ലസ് എടുത്ത് നോക്കിയതിനാണോ ഈ ഹറാസ്മെന്റ്? ശ്വേത, നീ ഇതിൽ ഇടപെടണ്ട. അതെങ്ങനെയാ മാഡം? ഞങ്ങളൊക്കെ തൊഴിലാളികളല്ലേ. ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ടാൽ കഴുത്തിൽ മാത്രമല്ല അരയിലും മാറത്തും വെച്ച് ഡെമോ കാണിക്കാൻ ഞങ്ങൾ തയ്യാറാവണം. അത് മാന്യത. ഇത് എന്താ ശ്വേത മോളെ ഇത്? നമ്മളൊക്കെ തൊഴിലാളികളല്ലേ, ഒറ്റക്കെട്ടല്ലേ? ആണല്ലോ. എന്നാ പോ. ഇങ്ങനൊരു സാധനം നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി. എന്താ പേര്? പ്രിയ. മുമ്പ് ഇവിടുത്തെ സ്വീപ്പർ ആയിരുന്നു, ഇപ്പൊ സൂപ്പർവൈസർ. അതിന്റെ ഹുങ്ക ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. വാ. പ്രിയ, നിന്റെ അക്കോമഡേഷൻ ശരിയായോ? അതിവിടെ ശരിയാക്കുമെന്നാണ് പറഞ്ഞത്. ഓ, അതിനൊരാഴ്ച സമയമെടുക്കും. അതുവരെ വല്ല ഹോസ്റ്റലിലോ ബന്ധുവീട്ടിലോ താമസിച്ചോ. ആ, അല്ലെങ്കിൽ വീട്ടിൽ പോയി വന്നാലും മതി. വീട് ഇവിടെ അടുത്താണോ? അല്ല, ആറന്മുള. എന്നാ പിന്നെ ലീവ് എടുത്തോളൂ. ഒരാഴ്ച ഇനി ജോയിൻ ചെയ്താൽ മതി. ഞാൻ സാറിനോട് പറഞ്ഞോളാം. പേടിക്കണ്ടോ, ഒരാഴ്ചത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. വേണമെങ്കിൽ എൻ്റെ കൂടെ തങ്ങാം. രവിയോടൊന്ന് പറയണം താമസം ശരിയായെന്ന്. ആരാ രവി? അയൽക്കാരനാ, ഒരു പരോപകാരി. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. 100 പോയി. നിർത്ത് 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 നിർത്ത്. വണ്ടി നിർത്താനൊക്കെ വലിയ മടിയാണല്ലേ. ലൈസൻസ് ഉണ്ടോ? ഉണ്ട്. ഹെൽമെറ്റും ഇല്ല അല്ലേ? സോറി സാർ. എന്നാ ഒരു 500 അടച്ചേക്ക്. 100 അല്ലേ സാറേ പതിവ്? അപ്പൊ സ്ഥിരമാണല്ലേ. 500 ആകുമ്പോ ഒരു ഓർമ്മയൊക്കെ ഉണ്ടാവും. ഓ, അപ്പോ 500 കുറെ ചെലവാകുമല്ലോ. ആ മേഡം, അതൊന്നും വേണ്ട മേഡം. മേഡം ഐ ജിയുടെ അതല്ല SP-യുടെ മേഡത്തിനെ കണ്ട് നല്ല പരിചയമുണ്ട്. അതാണ്. മേഡം പൊക്കോട്ടെ. പൊക്കോ മേഡം, പൊക്കോ. താങ്ക് യു സാർ. ഓ, ആ കേൾക്കോ. വാ. ആ ചേച്ചി, 11th ഫ്ലോറിലാ. ചേച്ചി, ഇതുവഴി പോയാ പോരെ? സ്റ്റെപ്പ് കയറാനോ? എന്താ ലിഫ്റ്റ് പേടിയുണ്ടോ? പേടിയല്ല, എന്നാലും ഒരു ഭയം അല്ലേ? വാ. ഈശ്വരാ.